ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 888 പോർട്ടൽ എന്ത് ഷിഫ്റ്റാണ് ഫൈനാൻസസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ സമ്പത്ത്, പണം, വരവ്, ചെലവ്, സമ്പാദ്യം, ഇതിൽ എന്ത് ഷിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് നോക്കാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സേൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്ക് ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എവിടെ പിക്കപ്പ് കാർഡ് റീഡിങ്സ് ആണ് ചെയ്യുന്നത്, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ഷിഫ്റ്റാണ് ഫൈനാൻസസിൽ ഉണ്ടായിട്ടുള്ളത്, പ്രേക്ഷകരുടെ ഫൈനാൻസസിൽ എന്ത് ഷിഫ്റ്റാണ് വന്നിട്ടുള്ളത്. ഫൈനാൻസസ് ഓൾറൈറ്റ്. സോ 10 of Wands, Magician, 7 of Pentacles, the Moon and 4 of Pentacles. Okay. So പ്രേക്ഷകർ ഇതുവരെ ഏറെ ഹാർഡ് വർക്കിംഗ് മോഡിലായിരുന്നു. ഓക്കെ. സോ ഇവിടെ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് പല പ്രേക്ഷകരും ഹാർഡ് വർക്കിൽ നിന്ന് സ്മാർട്ട് വർക്കിലേക്ക് പോകുകയാണ്. ഓക്കെ. സോ എവിടെ പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ അനുസരിച്ച് ആണ് നമുക്ക് ഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉയർച്ച കിട്ടുന്നത്, അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുന്നത്. അവിടുന്ന് പ്രേക്ഷകർ സ്മാർട്ട് വർക്കിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ്, നമ്മൾ ഇത്തിരി ചെയ്താലും നല്ല പണി ആണ് ചെയ്യുന്നെങ്കിൽ, നല്ല വർക്കാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സമ്പാദ്യം വന്ന് തുടങ്ങും എന്നുള്ള ഒരു ഡിവൈൻ ഫെയ്ത്തിലേക്കാണ് പ്രേക്ഷകർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ മൈറ്റ് ബി ഫൈനാൻസസിൽ ഇത്രയും കാലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രേക്ഷകരായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര മെനക്കെട്ടിരുന്ന ജോലി ചെയ്തിട്ടും പ്രേക്ഷകർക്ക് ലഭിച്ചത് ഏറെ ചിലവാകാം, അല്ലെങ്കിൽ ചിലവിലുണ്ടാകുന്ന വർധനവാകാം, കയ്യിൽ സമ്പത്ത് നിൽക്കാതെ പോകുന്നു. കാരണം ഇവിടെ വെയിറ്റിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. 7 of Pentacles ആണ് കാണിക്കുന്നത്. ഏറെ ജോലി ചെയ്യുന്നുണ്ട്, ഏറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു വരവ്, ഓക്കെ, ആ ഒരു റിട്ടേൺ പ്രേക്ഷകർക്ക് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ. ഇവിടെ പ്രേക്ഷകർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റെഡ്, ദാറ്റ് ഈസ് ആ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഫലത്തെ നോക്കി നിൽക്കാതെ പ്രേക്ഷകർ എന്ത് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ, അല്ലെങ്കിൽ ലോങ് ടേം സക്സസ്സിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ പ്രേക്ഷകരെ സഹായിക്കുന്നത് പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷനാണ്. പ്രേക്ഷകർക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു വിളി വരും, ദാറ്റ് ഇത് ചെയ്താൽ നമുക്കിത് ശരിയാകും. ഓക്കെ, അതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം ചില പ്രേക്ഷകർക്ക് ഇൻറ്റ്യൂഷൻ എന്താണ്, ഇൻറ്റ്യൂഷൻ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്, അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. സോ ഇവിടെ പ്രേക്ഷകരുടെ അബോധാവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആയിരിക്കാം, സ്വപ്നങ്ങൾ കാണുന്ന സമയത്തായിരിക്കാം, ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു വിവരമായിരിക്കാം, പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടത്. ആൻഡ് അതിൽ നിന്ന് പ്രേക്ഷകർക്ക് സമ്പാദിക്കാൻ പറ്റും. സേവിങ്സ്. ഓക്കെ. ചിലവെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പണം സമ്പാദിക്കാൻ, ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്. സോ ഇതാണ് വലിയൊരു ഷിഫ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പാദിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുമ്പോൾ ഓരോ പ്രേക്ഷകരുടെ വരുമാനം, ഓരോ പ്രേക്ഷകരുടെ ചെലവ് അനുസരിച്ചായിരിക്കും സമ്പാദിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇവിടെ പറയുന്നത് പ്രേക്ഷകരുടെ നിത്യജീവിതത്തിൽ പ്രേക്ഷകർക്ക് എത്ര സാലറി ലഭിക്കുന്നു, ആ സാലറിയിൽ നിന്ന് എത്ര പ്രേക്ഷകർക്ക് ചിലവാകുന്നു. ഓക്കെ. ആ ചിലവായി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പണമാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്. സോ ചില പ്രേക്ഷകർക്ക് 10,000 ആയിരിക്കാം പെർ മന്ത് കിട്ടുന്നത്, ചിലർക്ക് 1 lakh ആയിരിക്കാം. സോ
10,000 കിട്ടുന്ന ഒരു പ്രേക്ഷകറിന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നതും 1 lakh ഉള്ള ഒരു പ്രേക്ഷകറിന് സമ്പാദിക്കാൻ പറ്റുന്നത് രണ്ട് രീതിയായിരിക്കാം. ഓക്കെ, ഒരേ രീതി ആവണം എന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങളുടെ സംതൃപ്തിക്കനുസരിച്ച് പണം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, alright. 5 of Pentacles, 5 of Cups, 55 എന്ന ഒരു നമ്പർ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ ഡിവൈൻ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഡിവൈൻ ഓർഡർ ചൊല്ലുക. ഓക്കെ, ഡിവൈൻ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഡിവൈൻ ഓർഡർ എന്ന് ചൊല്ലുക. Five of Pentacles, 5 of Cups, 8 of Pentacles, 2 of Pentacles and 4 of Swords ആണ്. പ്രേക്ഷകരോട് പറയുന്നത്, പ്രേക്ഷകരുടെ പണം എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ് അല്ലേ, ഒരു എനർജിയാണ്. പക്ഷേ ഈ എനർജി രണ്ട് കാര്യങ്ങളുടെ ഇടയ്ക്ക് ബന്ധനത്തിലാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ്? ഒന്ന് 5 of Pentacles and 5 of Cups. വിഷമങ്ങൾ, ഓക്കെ, ചതി വഞ്ചന അല്ലെങ്കിൽ മുൻകാല ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഓക്കെ, അത് എവിടെയോ സ്റ്റക്കായി കിടക്കുകയാണ്. പ്രേക്ഷകരുടെ കയ്യിൽ ഒരു ഇത്തിരി പണം വന്നാൽ പ്രേക്ഷകർ ഒരു കാര്യം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആഗ്രഹിച്ചു സ്റ്റോറിൽ വരെ പോയി, പക്ഷെ ആഗ്രഹിച്ച കാര്യം വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ വേണ്ട, ഇതിപ്പോൾ വാങ്ങിക്കുന്നില്ല, പിന്നെ വാങ്ങിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് മുൻകാല ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ഓക്കെ, മോശം അനുഭവങ്ങളാകാം, ഫൈനാൻസസിൽ വന്ന വളരെ ബുദ്ധിമുട്ടാകാം. ഓക്കെ, ഈ അനുഭവങ്ങൾ അതവിടെ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷെയിമായിട്ടാണ് നിൽക്കുന്നത്. അത് പാടില്ല, അത് റിലീസ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ ഏറെ വിഷമങ്ങൾ, ഓക്കെ, മനസ്സിൽ ഭയങ്കര വിഷമമാണ്, സമ്പാദ്യത്തെക്കുറിച്ചുള്ളൊരു വിഷമമാണ്. ചിലർ നല്ല നല്ല സമ്പത്തിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് താന്നു പോയവരുണ്ട്, ഓക്കെ, ഈ ഗ്രൂപ്പിൽ. സോ അവർക്ക് ഭയങ്കര വിഷമമാണ്, നമ്മളൊരു കാലത്ത് ഈ ലെവലിലായിരുന്നു, ഇന്ന് ഇവിടെയാണല്ലോ എന്നുള്ളൊരു വിഷമം നല്ല പോലെയുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകർ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർ ഏറെ ജോലികൾ ചെയ്യുന്നുണ്ട്, പ്രേക്ഷകരുടെ അടുത്ത് ഒത്തിരി സ്കിൽസ് ഉണ്ട്. ആൻഡ് പ്രേക്ഷകരുടെ കയ്യിൽ സോഴ്സസ് ഓഫ് മണി, ദാറ്റ് ഈസ് രണ്ട് സ്ഥലത്തുനിന്ന് പണം ലഭിക്കുന്നുമുണ്ട്. ഓക്കെ, രണ്ട് സ്ഥലം എന്ന് പറയുമ്പോൾ ചിലർക്ക് അവർ തന്നെ ജോലി ചെയ്യുന്നു ആൻഡ് അവരുടെ ലൈഫ് പാർട്ട്ണറും ജോലി ചെയ്യുന്നു, അങ്ങനെ രണ്ട് സമ്പാദ്യം വരുന്നുണ്ട്. ചിലർക്ക് പേരൻ്റൽ ഹോം, ഓക്കെ, കുടുംബപരമായിട്ട് സമ്പാദ്യം കിട്ടുന്നുണ്ടാകാം. ചിലർക്ക് ജോലിയുണ്ട് ആൻഡ് ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, രണ്ട് തരം വരുമാനമുണ്ട് ആൻഡ് അത് നല്ലപോലെ പ്രേക്ഷകർ പ്രയത്നിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വിഷമങ്ങളും ഈ ഷെയിം ഇവിടെ നിൽക്കുന്നത് വരെ, അതുപോലെ തന്നെ റെസ്റ്റ് ഇല്ലായ്മ, മറ്റാൾക്കാരുടെ ദൃഷ്ടി, അതും നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വേണ്ടത് ഗ്രൗണ്ടിങ് ചെയ്യൂ. എത്ര ഗ്രൗണ്ടിങ് ചെയ്യാൻ പറ്റും? എപ്പോഴൊക്കെ പച്ചപ്പുല്ലിൽ നടക്കാൻ പറ്റും, ചെരുപ്പില്ലാതെ നടക്കൂ. ഓക്കെ, തണുത്ത കാറ്റ്, ദാറ്റ് ഈസ് വെളിയിൽ, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലല്ല, വെളിയിൽ പോയി ആ കാറ്റടിക്കുമ്പോൾ അതിനെ ആസ്വദിക്കാൻ നോക്കൂ. ബിക്കോസ് ഇതൊക്കെ നിങ്ങളുടെ നെർവസ് സിസ്റ്റമിനെ കൺട്രോൾ ചെയ്യുകയാണ്, നിങ്ങളുടെ എനർജിയെ ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, എപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശരിയാകുന്നോ സാമ്പത്തികം നേരെയാകും. എളുപ്പമല്ല, എനിക്കും അറിയാം. ഓക്കെ, പക്ഷേ ഡെയിലി പ്രാക്ടീസ് ചെയ്യൂ. എപ്പോഴൊക്കെ ഒരു ഷെയിം, ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ്, പല വിഷമങ്ങൾ മനസ്സിൽ വരുന്നു, ഓർ നിങ്ങൾക്കറിയാം ആരെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞു നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഐ സറണ്ടർ ഓൾ ദ നെഗറ്റിവിറ്റി ടു ദ ഡിവൈൻ. ഞാൻ എല്ലാ നെഗറ്റിവിറ്റിയും ദൈവത്തിന് സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുക. അറ്റ്ലീസ്റ്റ് 3 times പറയുക ആൻഡ് മാക്സിമം 11 times പറയുക. ഓക്കെ, ഡെയിലി ചെയ്യൂ. എപ്പോഴൊക്കെ തോന്നുന്നോ ഇപ്പോൾ എനിക്ക് ദൃഷ്ടിദോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എന്നെപ്പറ്റി പറയുന്നുണ്ട്, റിലീസ് ചെയ്യുക. ഓക്കെ, സറണ്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ എനി അഡ്വൈസ്? Advice. What is the advice?
പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, ഈ 2 അഡ്വൈസാണ് പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത്. ചില പ്രേക്ഷകർക്ക് പേഷ്യൻസ് വെക്കാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനും പെട്ടെന്ന് റിവാർഡ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്നു. അവിടെ പേഷ്യൻസ് വെക്കൂ. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ചെയ്യൂ, ബട്ട് പേഷ്യൻസ് വെക്കൂ, സമയത്തിന് കിട്ടും. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ആൻഡ് ചില പ്രേക്ഷകരോട് പറയുന്നത് പ്ലാൻ ചെയ്യൂ. ഓക്കെ, 7 and 14 കാർഡാണ് വന്നത്. ഓക്കെ, 2 ഡിഫറെൻറ്റ് എനർജിയാണ്. 7 എനർജി ലക്കിൻ്റെ എനർജിയാണ്. 7ൻ്റെ ഡബിൾ 14. ഓക്കെ, 7 2s are 14. അപ്പോൾ അത് എന്താണ് കാണിക്കുന്നത്? ചേഞ്ചിൻ്റെ എനർജിയും കൂടിയാണ് കാണിക്കുന്നത്. ലക്കും ചേഞ്ചും ഒന്നിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ലക്ക് ചേഞ്ച് ഒന്നിച്ച് വരുമ്പോൾ അതിൽ താമസമുണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ചാലഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ സറണ്ടർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫൈനാൻസസ് പോകേണ്ടത് അത് പ്ലാൻ ചെയ്യൂ. ഓക്കെ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ്ലി ഓരോ സ്റ്റെപ്പും അതിനെ ചെയ്തെടുക്കും. ഓക്കെ, സോ അതാണ് പ്രേക്ഷകർക്കുള്ള ഫൈനാൻസസിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്. നല്ലൊരു ഷിഫ്റ്റ് തന്നെയാണ്, പക്ഷേ സറണ്ടർ ചെയ്യേണ്ട ആവശ്യം പ്രേക്ഷകർക്കുണ്ട്. സോ ഈ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യാൻ 888 താങ്ക് യു ഡിവൈൻ എന്നെഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.